നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഉണക്കി തീർന്ന കുടപ്പുളിയാണ് കേട്ടോ. അതായത് വെയിലത്ത് അല്ലെങ്കിൽ ഡ്രയറിൽ മാത്രം വെച്ചിട്ട് ഉണക്കിയ കുടപ്പുളിയാണ് കേട്ടോ ഇത്. ഞാൻ കഴിഞ്ഞ ദിവസം കുടപ്പുളി നന്നാക്കിയപ്പോൾ ഡ്രയറിൽ വെച്ച് ഉണക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പേര് ഡ്രയറിൻ്റെ പ്രവർത്തനം ഒന്ന് പറഞ്ഞു തരണം, കാണിച്ചു തരണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോ ആയിട്ട് ഇടാൻ പോണത് ഇതാണ് കേട്ടോ. നമ്മുടെ ഡ്രയറിനെ പറ്റിയിട്ട് ഒന്ന് മനസ്സിലാക്കി തരണം എന്ന് ഒന്ന് രണ്ട് വ്യൂവേഴ്സ് ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ചെയ്യണം കേട്ടോ ഞാൻ ഈ വീഡിയോ. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് ഡ്രയർ. ഇങ്ങനെ പിടിച്ചോ, ജസ്റ്റിലേക്ക് കാണാൻ പറ്റണം കേട്ടോ. ഇതാണ് ഡ്രയർ. ഇതിനെ തുറക്കാം. അങ്ങനെ തുറന്നു കണ്ട, കാണാൻ പറ്റുന്നില്ലേ? അപ്പം ഇതിലാണ് ട്രേകൾ വയ്ക്കുക. ഈ ഇരിക്കുന്നതാണ് ട്രേകൾ. ഫുള്ള് കാണിച്ചോളൂ. ഇതൊക്കെയാണ് ട്രേകൾ. ഈ ട്രേ ഇങ്ങനെയാണ് വെക്കേണ്ടത്. നമ്മൾ ഇത് ഒന്നാമത്തേൽ വെച്ചു. ഇത് 2 3 എൻ്റെ കൈ കാണില്ലേ? ഒന്നാമത്തേൽ വെച്ചു. 2 3 4 5 6 ഇവിടെ ഒന്ന് വെക്കാം. 7. അപ്പം 7 ട്രേ വെക്കാം. ഇവിടെ വെക്കരുത്, ഏറ്റവും മുകൾ ഭാഗമാണ്. 7 ട്രേ വെക്കാം. നമുക്ക് 7 ട്രേ ഉണ്ട്. ഇതൊന്ന് ഉണക്കാനുള്ള സാധനങ്ങൾ ഇതിനുള്ളിൽ വെക്കുക. ഉദാഹരണം, നമ്മൾ ഇന്ന് ഉണക്കണത് കുടപ്പുളിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പൊട്ടിച്ചെടുത്ത നമ്മളിത് പറക്കിയെടുത്തിട്ട് ആദ്യത്തെ ഉണക്കാണിത്. കുറച്ച് നേരം വെയിലത്ത് വെച്ചു, പക്ഷേ വെയിലില്ല. അപ്പം നമ്മൾ വെക്കാൻ പോവാണ് കേട്ടോ. അയ്യോ, ഏറ്റവും മുകളിലാണ് വെക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ചൂട് മുകളിൽ നിന്നാണ് കിട്ടുക. അപ്പം ഏറ്റവും മുകളിൽ കമഴ്ത്തി വെക്കണം എന്നാ പറഞ്ഞല്ലേ? കുടപ്പുളി കമഴ്ത്തി വെക്കണം. മലത്തി വെച്ചേക്കണം അല്ലേ? ഞാൻ മലത്തിയത് വെയിൽ കണ്ടപ്പോ മലത്തി ഉള്ളിൽ അല്ല കമത്തണ്ട അവിടെ ഓഫാക്കിട്ട് ഇതിങ്ങനെ വെച്ചു. ഒന്നാമത്തെ ട്രെയില് ഏറ്റവും പച്ച വെച്ചു. രണ്ടാമത്തേല് അടുത്തത് വെച്ചു. കാണില്ലേ ഫുള്ളായിട്ട്? മൂന്നാമത്തേല് പിന്നത്തത് വെച്ചു. ഇത് മൂന്നും ഇന്ന് പെറുക്കിയിട്ട് നമ്മൾ പൊടിച്ച കുടപ്പുളിയാണ്. ഇന്നലത്തെ കുടപ്പുളി കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. ഇതാ ഇത് കുറച്ച് ഉണങ്ങിയത്, കുറച്ച് ഉണങ്ങാത്തുണ്ട്. അത് ഇവിടെ വെക്കാം. നാലാമത്തേൽ വെച്ചു. ഇതും അങ്ങനെ തന്നെ വെക്കാം. അഞ്ചാമത്തേല് പിന്നെ ഇത് കുറച്ചും കൂടി ഉണങ്ങിയിട്ടുണ്ട് അല്ലേ? ഇത് ലാസ്റ്റാണ്. ഇതിൽ നമുക്ക് വെക്കണം. അതായത് ഇതുപോലെ വെക്കുക. ഇങ്ങനെ വെക്കും. ഇത് ഞാൻ വെച്ചിട്ടില്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞ് വയ്ക്കൂ കേട്ടോ. പ്രവർത്തനം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഓൺ ചെയ്യണം. ഇതാണ് സ്വിച്ച്. ഓൺ ചെയ്തു. ഡ്രയറിൻ്റെ സ്വിച്ചാണ്, പവർ പ്ലഗ് ആണ് കേട്ടോ. ഇപ്പോൾ ഇത് വർക്കായിട്ടില്ല. നമ്മൾ ഓൺ ചെയ്യണം. ഇവിടെ കണ്ടാ, ഇത് ഓൺ ചെയ്യണതാ. ലൈറ്റ് കത്തി. കണ്ടില്ലേ ലൈറ്റ് കത്തി. ഇപ്പോൾ ഇത് ഓണായി. നമ്മളിതിനെ 110 ഡിഗ്രിയിലാണ് വച്ചേക്കണത്. ഏറ്റവും മാക്സിമം ചൂട് ഇതാണ് 110 ഡിഗ്രി. ഇങ്ങനെ തിരിച്ചാൽ 100 ഇങ്ങനെ കുറേ ഉണ്ട്. ഓരോന്നിനും ഓരോ ടെമ്പറേച്ചർ. 110 ഡിഗ്രിയിൽ ഓൺ ചെയ്തു. ഇനി നല്ല ചൂട്. ഇതാ ചൂട് വന്നു തുടങ്ങി. കണ്ട, എൻ്റെ കൈ കണ്ട, ഇവിടുന്ന് ചൂട് വന്നു തുടങ്ങിയത് കേട്ടാ. നമ്മൾ ഈ ചൂട് ഇങ്ങനെ വരുമ്പോൾ ഈ ചൂട് കീഴ്പോട്ട് പോകാനായിട്ടൊരു ഫാൻ ഇടണം. ഇതാ ഫാൻ ഇട്ടു. ശബ്ദം കേൾക്കുന്നില്ല, ചൂട് വരുന്നില്ലേ? ഇപ്പോൾ അടച്ചു. ഇപ്പം നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. 110 ഡിഗ്രിയിൽ ഓൺ ചെയ്തു. താഴെ ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്തു. ഫാൻ ഓൺ ചെയ്തു. ഈ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് കാറ്റ് അടിയിലേക്ക് പോകുമ്പോൾ ചൂടും അതോടൊപ്പം പോവും. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ആവിയായിട്ട് താഴേക്ക് പോകും. അപ്പം നമ്മുടെ ഈ റൂബ് നിറയെ നീരാവി ഉണ്ടാവും. ഈ നീരാവി പുറത്തേക്ക് പോകാനായിട്ട്
ജനാല തുറന്നിട്ടുണ്ട്. ഇത് 10 മണിക്കൂറാണ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഒരു വിധം ഉണങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ 4 ദിവസം ഉണക്കുമ്പോഴാണ് കുടപ്പുളിയുടെ ഉണക്കം പൂർത്തിയാവുക. ഫാൻ വർക്ക് ചെയ്യാൻ എന്താ കുഴപ്പമെന്നറിയോ? ഈ ഫാൻ മുകളിൽ നിന്ന് കാറ്റ് അടിയിലേക്ക് അടിക്കുമ്പോൾ മുകളിലത്തെ ചൂട് അടിയിലേക്ക് പോകുക. അപ്പോൾ അടിയിലുള്ളതൊക്കെ ഉണങ്ങും. ഇപ്പം നമ്മൾ വച്ചേക്കണത് 3:4-നാണ്. അപ്പോൾ 4:15, 5:15, 6:15, 7:15, 8:15, 9. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ സാധാരണഗതിയിൽ 6 മുതൽ സന്ധ്യ തൊട്ട് കുറച്ച് നേരത്തേക്ക് പീക്ക് ടൈമാണ്. ആ സമയത്ത് ഭയങ്കര കറണ്ട് കാശ് വരും. അപ്പോൾ അത് കാരണം നമ്മൾ ആ സമയത്ത് ഇത് ഓഫാക്കിയിടാം. അല്ലാത്ത സമയത്ത് ഇത് ഓൺ ചെയ്യാം. ഇപ്പം നമ്മൾ 6 മണിക്ക് ഇത് ഓഫാക്കണം. അപ്പോൾ എത്ര സമയം വർക്ക് ചെയ്തിട്ടുണ്ടാവും? 4:15, 5:15, 6. 2.25 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഓഫാക്കണം. അത് കഴിഞ്ഞാൽ 8 മണി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓൺ ചെയ്യുള്ളൂ. അപ്പോൾ ഈ കുടപ്പുളി നമുക്ക് കമഴ്ത്തിയാണ് വെക്കേണ്ടത് കേട്ടോ, മലർത്തിയല്ല. കമഴ്ത്തിയിട്ടാണ് ഇതിൽ വെച്ചിട്ടാണ് ഡ്രയറിൽ വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നെടുത്ത് ഇങ്ങനെ കമഴ്ത്തി വയ്ക്കാം. അതുപോലെ തന്നെ ഇത് നല്ല ചൂട് വേണം കേട്ടോ. നമ്മൾ ഈ ഡ്രയർ വാങ്ങിയപ്പോൾ നമുക്ക് ഒരു കാറ്റലോഗ് തന്നിട്ടുണ്ട്. അതിൽ ഓരോ സാധനങ്ങളും ഉണക്കാനുള്ള ടെമ്പറേച്ചർ എത്രയാണെന്നൊക്കെ അതിൽ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഈ കുടപ്പുളി നമ്മൾ പറയും ഇത് കറുപ്പ് നിറം വരാനായിട്ട് പുകയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഡ്രയർ മേക്ക് ചെയ്ത ആൾക്കാർ പറയണത് അതിൻ്റെ ആവശ്യമില്ല. കുടപ്പുളി ഇരുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ കറുപ്പ് നിറം വന്നോളും എന്നാണ് പറയണത്. നമ്മൾ പുളിക്ക് അങ്ങനെ തന്നെ സാധാരണ കോൽപ്പുളി ആയാലും അത് കുറേ കാലം ഇരിക്കുമ്പോൾ കറുപ്പ് നിറം വരും. അതുപോലെ ഇത് ഇരുന്നിട്ട് കറുപ്പ് നിറം വരും അത്രേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഡ്രയറിൻ്റെ പ്രവർത്തനം? ഇഷ്ടമായോ?